الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وما توفيقي إلا بالله عليه توكلت إليه أنيب. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്. ഈ എല്ലാ ലോകങ്ങളുടെയും ജഗന്നിയന്താവായ പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടുള്ള ഏറ്റവും വലിയ കരുണയുടെ പേരിലാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിലായിക്കൊണ്ട്, എല്ലാ പള്ളികളും അള്ളാഹുവിൻ്റെ വീടാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. ഇത് ബൈത്തുള്ളയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാം. അള്ളാഹുവിൻ്റെ വീടാണ്. കുറച്ചും കൂടി അടുത്തേക്ക് ഇരിക്കും ഇൻഷാ അല്ലാഹ്. സ്ഥലമില്ലാത്തതിൻ്റെ പേരിലല്ല, എല്ലാവരും കൂടി ഒന്ന് അടുത്തേക്ക് ഇരിക്കണം നല്ലത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് തോന്നും മൈക്കുണ്ടല്ലോ, ശബ്ദമുണ്ടല്ലോ, അതുകൊണ്ട് എല്ലായിടത്തേക്കും കേൾക്കുമല്ലോ, പിന്നെന്തിനാണ് ഈ അടുത്തേക്ക് ഇരിക്കുന്നത്? ഫാനുണ്ട്. ചിലർക്ക് ഫാൻ അത്ര പിടിക്കൂല. ഫാൻ വേണമെങ്കിൽ ഓഫാക്കാം. അടുത്തേക്ക് ഇരുന്നാലാണ് അതിൻ്റെ ഒരു അസറുണ്ടാവുക. അല്ലെങ്കിൽ നമുക്കൊരു പ്രസന്റേഷൻ കേൾക്കുന്നത് പോലെ ഒരു അവതാരകന്റെ അവതരണം കേൾക്കാം എന്നേ ഉള്ളൂ. ദീനിയായ സദസ്സിൽ സത്യത്തിൽ അടുത്തേക്കിരിക്കുന്നതാണ് ഏറ്റവും ഖൈർ. ഈ ഉമ്മത്തിൽ 3 കാര്യങ്ങൾ വളരെ സിമ്പിളായ കാര്യമാണ്. നടപ്പിലായി കഴിഞ്ഞാൽ ഉമ്മത്തിൽ വലിയ കാര്യങ്ങൾ നടപ്പിലാവുന്ന വലിയ ഐക്യം ഉണ്ടാവും. പിന്നെ അത്ര നിലത്തിരുന്ന് ശീലമില്ലാത്ത ആൾക്കാർ ചാരിയിരുന്നേ ശീലമുള്ളൂ, അങ്ങനത്തെവർക്ക് അങ്ങനെ ഇരിക്കാം, പ്രയാസമൊന്നുമില്ല. ആ 3 കാര്യത്തിൽ ഒന്ന് നിസ്കാരത്തിൽ സഫുകളെ ഒരുമിച്ച് നിർത്തലാണ്. സത്യത്തിൽ നിസ്കാരത്തിന്റെ സഫുകളെ നിർത്തേണ്ടത് കാലിനോട് ചേരണം എന്നാണ്. അതാണ് അതിൻ്റെ നിയമം. ചിലപ്പോൾ അത് അറിയുന്ന ആൾക്കാർ നമ്മളെ കാലിനോട് ഇങ്ങനെ ചാരിയാൽ തന്നെ നമ്മളിങ്ങനെ കാലിങ്ങനെ വലിക്കാൻ തുടങ്ങും. കാലിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കണം എന്നാണ്. തോളിങ്ങനെ മുട്ടി നിൽക്കണം എന്നാണ്. എന്നാലും ഭയങ്കര സ്നേഹം ഉണ്ടാവുന്ന നമ്മൾ ആയാസത്തിൽ നിൽക്കാൻ. അതേപോലെ തന്നെ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യ മക്കൾ ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ. ഇത് നമ്മുടെ മക്കളെയൊക്കെ സെപ്പറേറ്റ് ആക്കി എല്ലാവരും സെപ്പറേറ്റാണ് ഇപ്പോൾ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മക്കൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി ഉമ്മാർക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ ബന്ധം. പണ്ടൊക്കെ മക്കൾക്ക് ഇങ്ങനെ ഓരോ ഉരുള വാരി കൊടുക്കും, ഒരു പ്ലേറ്റിൽ തന്നെ. മൂത്ത മോനക്ക്, പിന്നെ ഇളയ മോനക്ക്, നമുക്കൊക്കെ അങ്ങനെയാണ് ഉമ്മാർ തന്നിട്ടുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ മതിയായി എന്ന് കണ്ടാൽ ആ ബാക്കി കുഴച്ചതിൻ്റെ ബാക്കിയാണ് ഉമ്മാർ കഴിക്കുക. അന്നത്തെ ഒരു സ്നേഹം ഇന്നൊരു ടിപ്പിക്കൽ ലവ് ആണ്. മക്കളോടൊക്കെ ഉള്ളൊരു സ്നേഹം ഒരു തരം ടിപ്പിക്കലാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക വൃത്തികൾ പഠിപ്പിച്ചു കുട്ടികളെ. നല്ലതാണ് വൃത്തിയാണ് വേണ്ടത്. നമ്മളെ വസ്ത്രം നല്ല വൃത്തിയുള്ളതായിരിക്കണം. കഴിയുമെങ്കിൽ ഏറ്റവും നല്ല വെളുത്ത വസ്ത്രം തന്നെ ധരിക്കണം. ഭയങ്കര വില കൂടിയതെന്നൊന്നുമല്ലേ പറഞ്ഞത്. നല്ല വസ്ത്രം ധരിക്കണം, അതൊരു മുഅ്മിന്റെ ഷിയാറാണ്. ഒക്കെ വേണം. പക്ഷെ ആ കൂട്ടത്തിൽ വൃത്തിയും വെടുപ്പും പഠിപ്പിച്ചപ്പോൾ മക്കൾക്ക് അകൽച്ച കൂടിപ്പോയി. ഇപ്പം ജ്യേഷ്ഠൻ അനിയനൊരു ഇറച്ചി കഷ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ അവനക്കൊരു അറപ്പാണ്. പണ്ടൊക്കെ ഉമ്മാർ നമ്മുടെ തൊട്ടിൽ അരികിൽ വന്നിട്ട് നമ്മളെ കാലിൻ്റെ അടിയിൽ മുത്തം വെച്ചിട്ടുണ്ട്. മിക്ക ഉമ്മാരും മക്കളുടെ കാലിൻ്റെ ചുവട്ടിൽ ചുംബിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം നമ്മളെ ഭാര്യമാരൊക്കെ ചെയ്യുന്നത്. കാലിൻ്റെ അടിയിൽ മുത്തം വെക്കും. എന്നാൽ നമ്മുടെ ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ നമുക്കങ്ങനെ ഒന്ന് മുത്തം വെക്കാൻ തോന്നുന്നുണ്ടോ?
സ്നേഹത്തിൻ്റെ പേരിൽ അവസാനമായി എൻ്റെ ഉമ്മാക്ക് എൻ്റെ വക ഒരു ചുംബനം. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് വെറുപ്പാണ്. ഇന്ന് മാതാപിതാക്കൾക്ക് മക്കളെ തന്നെ കിട്ടുന്നില്ല ശുശ്രൂഷിക്കാൻ, ആളുകളെ വെച്ചു കൊടുക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് മാതാപിതാക്കൾക്ക് സ്വന്തം കൈകളെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യണം. നമുക്ക് ചിലപ്പം പൈസയൊക്കെ ഉണ്ടാവും, മാസത്തിൽ 10,000 15,000 ഒക്കെ വെച്ചിട്ട് ആൾക്കാരൊക്കെ വെച്ചു കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അതല്ല അള്ളാഹുവിൻ്റെ കൽപ്പന. സ്വന്തം കൈകളെ കൊണ്ട് ചെയ്യണമെന്നാണ്. സ്വന്തം കൈകളെ കൊണ്ട് മാതാപിതാക്കൾക്ക് കാരണം അവർ നമുക്കത് ചെയ്തതാണ്. നമ്മൾ വൃത്തികേടിൽ കിടന്ന് കളിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് 2-3 വർഷമെങ്കിലും നമുക്ക് വേണ്ടി അവർ ചെയ്തതാണ്. അപ്പോൾ അവർ ബലഹീനമായി കിടക്കുമ്പോൾ അവർ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും, ചിലപ്പോൾ നമ്മൾ മേലിലേക്കാവും. അതാണ് നമ്മുടെ തർബിയത്ത്. പിന്നെ ചിലപ്പോൾ വാപ്പയൊന്നിങ്ങനെ പനിച്ചു കിടക്കുമ്പോൾ ഒന്ന് കാരിക്കുരച്ച് തുപ്പിയാൽ പോലും നമുക്കൊരറപ്പാണ്. കാരണം വാപ്പയോട് അത്ര ഒരു ബന്ധമേ നമുക്കുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കാത്തതിനാണ് സ്നേഹം എന്ന് പറയാം. ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ബസ്സിലിങ്ങനെ യാത്ര പോകാമെന്ന് വിചാരിക്കും. നമുക്ക് നല്ലതായിട്ട് ക്ഷീണമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ അരികിലിരിക്കുന്നതെങ്കിൽ, അയാൾ ഉറക്കം വന്നിട്ട് നമ്മളെ ചുമലിലേക്ക് ഇങ്ങനെ ചാരിക്കിടക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ഉദാഹരണത്തിനൊരു പ്രണയമെന്ന് വിചാരിക്കും, എക്സാമ്പിളിന് പറയാം. അത് നമ്മൾ മാറ്റൂല എന്ന് മാത്രമല്ല, കൂടുതൽ നമ്മളിലേക്ക് ചാരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കും തോളിനെ. കാരണം അത് സ്നേഹത്തിൻ്റെ ആഴമാണ്. നമ്മളെ കൈകാലുകൾ ചിലപ്പോൾ വേദനയ്ക്കുണ്ടാവും, എന്നാലും നമുക്കത് ഇഷ്ടമാണ്. നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കും. പരിചയമുണ്ട്, ഇവിടുന്ന് കോട്ടക്കൊന്ന് കണ്ട് പരിചയമുണ്ട്, രണ്ടാളും കൂടി ഒന്നിച്ച് പോവാണ്. ചെറുതായിട്ട് നമ്മളെ തോളിലേക്ക് ഇങ്ങനെ വീഴുമ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ ആക്കി കൊടുക്കും. അയാളോട് വേണ്ടാന്നിട്ട് പറയാനും വയ്യ, എന്നാൽ പറ്റ പറഞ്ഞാൽ അയാൾ എന്താ വിചാരിക്കാൻ വിചാരിച്ചിട്ട് ഇടയ്ക്ക് വല്ലാണ്ട് സ്ട്രോങ് ആകുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കും. മറ്റേ അതാക്കൂല നമ്മൾ. ഇനി തീരെ പരിചയമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കും, നമ്മൾ കണ്ടിട്ടേ ഇല്ല, ഏതോ ഒരു പത്തനംതിട്ടക്കാരൻ, ഒരു കോട്ടയത്തുകാരൻ, ഒരു എക്സിക്യൂട്ടീവാണ്, അയാൾക്ക് ഉറങ്ങിയിട്ട് നമ്മളെ തോൾക്ക് ഇങ്ങനെ വീഴണം. അപ്പം നമ്മൾ ഹലോ നോക്കിയിരിക്കുന്നറിയും. ഇത് 3 ആളോടും 3 ബന്ധമാണ്. ആദ്യത്തെ ആളോടുള്ള ബന്ധമില്ല അടുത്ത ആളോട്, അടുത്ത ആളോടുള്ള ബന്ധമില്ല മറ്റേ ആളോട്. ഹോട്ടലിലേക്ക് കയറി എന്ന് വിചാരിക്കുക, ഹോട്ടലിലേക്ക് കയറി നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറത്ത് 4 ആൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ നമുക്കറിയില്ല. അപ്പുറത്തൊരു 3 ആളുണ്ട്, അപ്പുറത്തൊരു 2 ആളുണ്ട്, കുറേശ്ശെ പരിചയമുണ്ട് എല്ലാവരും. പക്ഷെ അപ്പുറത്തൊരു ടേബിൾ ഒറ്റയ്ക്ക് കിടക്കണം. നമ്മളെവിടെ പോയിരിക്കും? ബന്ധമില്ല എങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ള ടേബിളിൽ പോയിരിക്കുക, സ്വസ്ഥമായി കഴിക്കുക. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഹോട്ടലിൽ കയറിയപ്പോൾ നമ്മളെ ഭയങ്കര ആത്മമിത്രങ്ങൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വിചാരിക്കും. 4 ആൾ ഫുള്ളാണ് ആ ടേബിളിൽ. നമ്മളെവിടെ ഇരിക്കുക? അടുത്ത ചെയർ വലിച്ചിട്ടിട്ട് അടങ്ങാറായിട്ട് അവിടെ തന്നെ ഇരിക്കും. ബന്ധത്തിൻ്റെ വ്യത്യാസങ്ങളാണ്, ബന്ധത്തിൻ്റെ വ്യത്യാസങ്ങളാണ്. നമ്മൾ മനഃശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഇത് പഠിപ്പിക്കാറുണ്ട്, എന്താണ് ഈ ലവിൻ്റെ സ്റ്റേജസ് എന്നുള്ളത് കുട്ടികൾക്ക്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ആ ബന്ധം കുറഞ്ഞു പോകാൻ ഒരു കാരണമാവും ദൂരെ ദൂരെ പോയിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അപ്പം നമ്മളാരും എല്ലാവരും ഭയങ്കര അറിയണവരൊന്നുമല്ല. ഇവിടെ പള്ളിയിൽ വന്നതാണ്, ചിലർ നിസ്കരിക്കാൻ സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്, സ്ഥിരമായിട്ട് വരാത്തവരും ഉണ്ടാവും, വലിയ ബന്ധമൊന്നും ഇല്ലാത്തവരാണ്, ബന്ധമുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. അവരിങ്ങനെ ഒന്നിച്ചിരിക്കൽ നമുക്ക് വലിയൊരു സുഖം തോന്നൂല. പക്ഷെ അതാണ് മുഅ്മിനീങ്ങളുടെ അവസ്ഥ. മുഅ്മിനീങ്ങളെല്ലാവരും അതായിരിക്കണം എന്നാണ്. നിങ്ങളെല്ലാവരും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ്. മൊത്തം മനുഷ്യരാശിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വാക്കാണ്. മുഅ്മിനീങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞ നിങ്ങൾ സഹോദരങ്ങളാണെന്നാണ്. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങളൊരിക്കലും എന്തായരുത്? ഭിന്നിക്കരുത്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ ഒരകൽച്ച, പാത്രത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു പ്രയാസം, കൂട്ടത്തിലിരിക്കുമ്പോൾ ഒന്നിച്ചിരിക്കാനൊരു പ്രയാസം, നമ്മുടെ ബന്ധത്തിൽ എവിടെയോ ചില വിഷമങ്ങളുണ്ട് എന്നാണ്, അല്ലെങ്കിൽ ഒരു വിഷയമുണ്ട് എന്നുള്ളതാണ്. ഭാര്യ മക്കൾ ഒന്നിച്ചൊരു പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഭാര്യയുടെ വായിലേക്ക് ചപ്പാത്തിയുടെ കഷ്ണം വെച്ചു കൊടുക്കുന്നത് മക്കൾ കാണണമെന്നാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നീട് അങ്ങനെ ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും, എൻ്റെ ഉപ്പയും ഉമ്മയും ഇങ്ങനെ ഭയങ്കര ബന്ധത്തിലായിരുന്നു. അപ്പോൾ ഒരു ബന്ധങ്ങൾ അത് ശരിപ്പെടുത്താൻ, മനസ്സിലായോ,
അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്തിരിക്കണം എപ്പോഴും. അത് അതിൻ്റെ ഒരു രീതിയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സയ്യിദ് ഷുഹൂർ, മാസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു മാസത്തിന് തന്നിരിക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പല ആൾക്കാരും നമ്മളെന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എത്ര ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഈ കൊല്ലമില്ല. ഇനി അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ റമദാനിൽ നമ്മളിങ്ങനെ ലൂസായി പോണത്. ഇതിപ്പോൾ അവസാനത്തെ റമദാനൊന്നും അല്ലല്ലോ. നമ്മളെ മനസ്സിലെവിടെയോ ഒരു ഉറപ്പുണ്ട്, ഇതിപ്പോൾ അവസാനത്തെ റമദാനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ടാവുമല്ലോ റമദാനൊക്കെ, അതിൽ ഉഷാറാക്കാം. ആദ്യത്തെ നോമ്പിന് ഖത്തം തുടങ്ങി വെച്ച് ഓരോ ജുസ് ആണ്ട് പൂർത്തിയാക്കി, ഏതാണ്ട് പിറ്റത്തെ ദിവസം അരയായി. പിന്നെ അങ്ങനെ പോന്നു നോക്കുമ്പോൾ ആകെപ്പം 3-4 കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഏതായാലും ഇക്കൊല്ലം എങ്ങനെ പോട്ടെ, അടുത്ത കൊല്ലം എന്താക്കാം, ഉഷാറാക്കാം. പിന്നെ നമ്മൾ ഓത്തൂതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. എന്താന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ്. ഇബാദത്തിൽ കൃത്യമായി ചെയ്യുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, കുറേ ചെയ്യുന്നതല്ല. ഒരു ദിവസം കുറേ അങ്ങോട്ട് ചെയ്ത് പിറ്റേ ദിവസം ഒന്നുമില്ല, അതല്ല അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹ്ക്ക് ഇഷ്ടം കൃത്യമായി ഇങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ്, ആദത്തായി ചെയ്യുന്ന ആൾക്കാരെയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഉലമാക്കൾ പറയുന്നുണ്ട്, നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതേമാതിരി തന്നെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തി റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അലീം. ഇതെല്ലാ സുബഹിക്ക് ശേഷവും എല്ലാ അസറിന് ശേഷവും മഗ്രിബിന് ശേഷവും ചെല്ലാൻ വേണ്ടി റസൂൽ പറഞ്ഞ ദിക്റുകളാണ്. ഇത് ആദത്തായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറുദുക്കാർ പറയും, അമാരെ അല്ലാ ഇന്തിസാർ വാലഹെ, നമ്മുടെ അള്ളാഹു കാത്തിരിക്കുന്നവനാണ്. മഗ്രിബായ കാത്തിരിക്കും, ഈ അടിമത് കൊടുത്തേക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അവനത് അറിയാണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്നുള്ളത് എല്ലാ അപകടത്തൊന്നും ബുദ്ധിമുട്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി എന്ന് ചൊല്ലുന്നത് വിഷജന്തുക്കളിൽ നിന്നും അതേമാതിരി തന്നെ അപകടങ്ങളിൽ നിന്ന്, എന്തെങ്കിലുമൊക്കെ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി എന്ന് ചൊല്ലുന്നത് അന്നത്തെ ദിവസം അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന് നേരെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ദിക്റുകളാണ്. അതേമാതിരി തന്നെ റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഒബിൽ ഇസ്ലാമി ദീന ഒബി മുഹമ്മദിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന് ഖബറിലുള്ള ഏറ്റവും എളുപ്പമാവും അവന്റെ ചോദ്യങ്ങൾ എന്നാണ്. ഇതിനൊക്കെയല്ല ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അലീം, സൂറത്ത് തൗബയിൽ ഒരു ആയത്താണ്, അവസാന ഭാഗത്തിലെ ആ ആയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മനോവിഷമങ്ങളിൽ നിന്നും അള്ളാഹു അവനെ കാക്കുന്ന, അവന് കുറേ മനോദുഃഖങ്ങൾ ഉണ്ടെങ്കിലും ഫുള്ളായിട്ട് അതില്ലാണ്ടാവുന്ന. ഇതൊരു ദിവസം സ്ഥിരമായിട്ട് ചെല്ലുന്ന ആൾക്കാർ അത് ചെല്ലാതിരുന്നാൽ ഇതിലേതെങ്കിലും ഓനെ ഇങ്ങനെ ഇടങ്ങറാക്കും. സ്ഥിരമായിട്ട് ചെല്ലുന്ന ആളാണ്. കാരണം അള്ളാഹു അവനെങ്ങനെ ചെറുതായിട്ട് ടെസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചിലപ്പോൾ ഒരു കാറൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഉരസുന്ന സമയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോൾ ആലോചിച്ച് നോക്കുകൊണ്ട് ഇത് ഞാൻ ചെല്ലിയിട്ടില്ലല്ലോ എന്നാണ്. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആദത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ആദത്ത് എന്ന് പറഞ്ഞാൽ ദിവസേന ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുക, അതിലൊരു ഇസ്തിഖാമത്തുണ്ടാവും. കുറേ ചെയ്യലല്ല, കുറേ ചെയ്യുന്നവർ ചെയ്യാം മാഷാ അല്ലാഹ്. ഇസ്തിഖാമത്തോടു കൂടി ചെയ്യലാണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരതയോട് കൂടി ചെയ്യാം. അപ്പം നമ്മൾ ഖുർആന് തുടങ്ങി വെച്ചാൽ പിന്നെ അതിലൊരു ഉറപ്പ് വേണം നമുക്ക്, അതാണ് തീർക്കണം എന്നുള്ളത്. അതിലൊരു ഓരോ ഉറപ്പോട് കൂടി എവിടെയെങ്കിലും ഇരുന്നാണ് തീർക്കല. ഇപ്പം നമ്മളിപ്രാവശ്യം നമ്മൾ മനസ്സിൽ ടാർഗറ്റ് വെച്ചത് ഖുർആന്റെ തഫ്സീർ തീർക്കാന്നുള്ളതാണ്. തഫ്സീർ ഒരു കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടൊന്നും തീരൂല. പക്ഷെ മാഷാ അല്ലാഹ് നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ എഴുതുമ്പോൾ ഭയങ്കര ഹരം തോന്നും. അപ്പം നമ്മളിങ്ങനെ അത് എഴുതി വെക്കും, അതിന്റെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിൽ ഒരു താല്പര്യം വരുമ്പോൾ അതങ്ങനെ പൂർത്തിയാക്കലാണ്. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന പല ആളുകൾക്കും, ഇപ്പം ഞാനടക്കമുള്ള ആളുകളുടെ കാര്യം പറയാനല്ല, നമ്മളൊരു വലിയ അറിവുള്ള ആൾ അറിവില്ലാത്ത ആൾ എന്നുള്ളതല്ലല്ലോ. ഫാത്തിഹയുടെ അർത്ഥം പോലും ശരിക്കും നല്ലപോലെ അറിയില്ല. ഫാത്തിഹയുടെ അർത്ഥം നല്ലപോലെ അറിയില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളെ നിസ്കാരം തന്നെ ഒരു കോൺസെൻട്രേഷനിൽ എത്തൂല. കാരണം നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് ഫാത്തിഹ. ലാ സലാത്ത ഇല്ലാലം യഖ്റഉ ഫാത്തിഹത്തിൽ ഖുർആൻ എന്നാണ്. ഖുർആനിൽ നിന്ന് ഫാത്തിഹ ഓതാതെ ഒരു നിസ്കാരം പോലുമില്ല. മയ്യത്ത് നിസ്കാരാണെങ്കിലും അതിൽ എന്തോതണം? ഫാത്തിഹ ഓതണം.
റുക്കൂ ഇല്ലാത്ത നിസ്കാരമാണ്. പക്ഷെ ഫാത്തിഹയ്ക്ക് ഒരു ഒഴിവില്ല. റുക്കൂ ഇല്ല, സുജൂദില്ല എന്നുള്ളത് ശരിയാണ്. ഫാത്തിഹയ്ക്ക് ഒഴിവില്ല. ഫാത്തിഹ ഇല്ലാതെ ഒരൊറ്റ നിസ്കാരം പോലും ഇല്ല. എല്ലാറ്റിലും ഫർളാണ് ഫാത്തിഹ ഓതൽ. പക്ഷെ നമ്മൾ എത്ര കാലമായി പഠിക്കുന്നു, എത്ര കാലമായി മനസ്സിലാക്കുന്നു, ഫാത്തിഹയുടെ കൃത്യമായ അർത്ഥം പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്നിട്ട് എന്റെ അള്ളാഹു ഈ ഫാത്തിഹയിലൂടെ എന്നോട് എന്താണ് പറഞ്ഞത് നമ്മൾ പഠിക്കാറില്ല, നമ്മൾ നോക്കാറില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ളുഹറിന് ശേഷം ഇവിടെ റമദാനോടനുബന്ധിച്ചുള്ള സംസാരം നടക്കും. നമ്മളിങ്ങനെ സുന്നത്ത് നിസ്കരിച്ചിരുന്നപ്പോൾ ഇങ്ങനെ മനസ്സിൽ തോന്നിയത് ഇന്ന് ഫാത്തിഹയുടെ അർത്ഥം നമുക്കൊന്ന് പഠിക്കാമെന്നാണ്. എന്താ, തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? പലർക്കും അറിയൂ ഇതിൽ, എന്നാലും ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് നമുക്കൊന്ന് പഠിക്കാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാകട്ടെ. ഇത് ഫിനിഷ് ആവുമൊന്നുമില്ല, പിന്നെ അങ്ങനെ കുറെ പഠിച്ചെടുക്കേണ്ടതാണ്. കുറച്ചും കൂടി അടുത്തേക്ക് ചേർന്നിരുന്നാട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നിസ്കാരത്തിൽ ഓതുന്ന സമയത്തൊക്കെ ഈ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഫാത്തിഹന്റെ കൂട്ടത്തിൽ ഓതൽ നിർബന്ധമില്ലാത്തൊരു ഭാഗമാണ്. ഞാൻ തഫ്സീർ നിർത്തിട്ടാ പറഞ്ഞിട്ട്, എന്റെ ഭാഗം ഒന്നും ഞാൻ പറയില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. അത് ഫാത്തിഹയിൽ ഓതൽ നിർബന്ധമില്ലാത്ത കാര്യമാണ്. ബിസ്മി ഓതാം, ഉറക്ക ഓതാതിരിക്കാം, രണ്ട് കൗലുണ്ട്. ഓതും ചെയ്യാം, രണ്ട് വിശ്വാസം രണ്ടും ചെയ്തിട്ടുണ്ട്. അമാനി മൗലവിന്റെ തഫ്സീറിൽ വരെ ഓതിയിട്ടുണ്ട്, ഓതിയിട്ടില്ല എന്നുള്ളത് രണ്ടും കാണാം. അപ്പോൾ ഈ ഹനഫികളായ ആൾക്കാർ എന്താക്കും, ഒന്ന് പതുക്കെ ഓതും, മറ്റുള്ളവർ ജഹിരിയായിട്ട് ഓതും, ഹറമിൽ ഇമാമർ പതുക്കെ ഓതും. അപ്പോൾ നമ്മൾ കാണുന്നതാണ്. അതിലും നമ്മൾ ഇങ്ങനെ തർക്കിക്കാനോ നിൽക്കണ്ട, എന്തായാലും അത്. അപ്പോ നമ്മളെ വഴിപിഴപ്പിക്കുന്ന പിശാചിൽ നിന്നും കാവലിന് തേടിക്കൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ നമ്മളെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിൽ നിന്നുള്ളൊരു കാവലാണ്. അത് എപ്പോൾ ഖുർആൻ തുടങ്ങുമ്പോഴും നമ്മൾ ഓതണം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ഖുർആൻ ഓതാൻ വേണ്ടി തുടങ്ങിയാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതണമെന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾ പിശാചിൽ നിന്ന് കാവലിനെ തേടിയിട്ടല്ലാതെ ഖുർആൻ ഓതൽ തുടങ്ങരുത്. ഇപ്പൊ ഫാത്തിഹ അതിന്റെ ആയത്തുകൾ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹിൽ നിന്നാണെന്ന അഭിപ്രായമുണ്ട്. അതല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണെന്ന അഭിപ്രായമുണ്ട്. അതെന്തോ ആവട്ടെ അഭിപ്രായങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് അവിടെ അർത്ഥം വരുന്നില്ല. അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അപ്പൊ ഒരു അണ്ടർസ്റ്റുഡ് ആണ് എന്ത് അതിൽ നമ്മൾ തുടങ്ങുന്നു. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അർ റഹ്മാനിർ റഹീം. അവിടെ രണ്ടും പറയുന്നത് അർ റഹ്മാൻ, മറ്റൊന്ന് അർ റഹീം എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ദ ഉപയോഗിക്കുന്നതിന് പകരമാണ് അലിഫ് ലാം മീം അറബിയിൽ ഉപയോഗിക്കുന്നത്. അർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹ്, അവൻ ഒരുവൻ മാത്രമാണ്. റഹ്മാൻ ഒന്നേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. അതാണ് അർ റഹ്മാൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവില് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും വഴിപ്പെടാതെ ജീവിക്കുന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനെന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ദുനിയാവില് വഴിപ്പെട്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ മറ്റുള്ള ജാതിക്കാർക്ക്, മറ്റുള്ള ആൾക്കാർക്ക്, അള്ളാഹുവിനെ എതിർക്കുന്നവർക്ക്, അള്ളാഹുവിനെ ചിലപ്പോൾ തിരസ്കരിക്കുന്നവർക്ക്, അള്ളാഹ് ഇല്ലെന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹ് ഗുണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ടാണ്. റഹ്മാന് ആയതുകൊണ്ടാണ്. കാരണം അവിടെ ഒരു ഖുദ്സിയായ ഹദീസ് വരുന്നുണ്ട് തഫ്സീറിൽ തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്റെ അടിമയോട് എനിക്കൊരു കരാറുണ്ട്. അടിമകൾക്ക് എന്നോടൊരു കരാറുണ്ട്. അത് ആലമുൽ അർവാഹിൽ വെച്ച് ചെയ്ത കരാറാണ്. റൂഹുകളുടെ ലോകം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഖുർആനിൽ വരുന്നുണ്ട്. അലസ്തു ബി റബ്ബിക്കും ഖാലു ബല, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? ഖാലു, അവർ പറഞ്ഞു ബല, അതെ നീ തന്നെയാണ് എന്ന് പറഞ്ഞൊരു രംഗം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആലമുൽ അർവാഹിൽ വെച്ച്, ഇത് ഖുർആനാണ്. ആ ലോകത്തിൽ വെച്ചിട്ട് നമ്മൾ സമ്മതിച്ചതാണ് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ. അള്ളാഹു അപ്പോൾ ഒരു കൽപ്പന ഇങ്ങോട്ട് തന്നതാണ്, നിങ്ങളെ മുഴുവനായിട്ട് ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തരാം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇനി എന്റെ അടിമ എന്നോടുള്ള കരാർ ലംഘിച്ചാൽ തന്നെയും ഞാൻ ഒരിക്കലും അവനോടുള്ള കരാർ ലംഘിക്കൂല. എന്റെ അടിമ എന്നോടുള്ള കരാറൊക്കെ ലംഘിച്ച് ജീവിക്കും, അതെനിക്കറിയാം. പക്ഷെ ഒരിക്കലും ഞാൻ അവനോടുള്ള കരാർ എന്താക്കൂല, ലംഘിക്കൂല. കാരണം ഞാൻ കരാർ പാലിക്കുന്നവനാണ്. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ജീവിച്ചു പോണത്. അതുകൊണ്ടാണ് അള്ളാഹു അർ റഹ്മാൻ എന്ന സിഫത്തും കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്.
വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യും. വായു എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും, വെള്ളം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും, ഭക്ഷണം എല്ലാവർക്കും ഒരുപോലെ കിടക്കും, അതെല്ലാവർക്കും ദഹിപ്പിക്കും. ഇത് അള്ള തന്നെയാണ് ഈ ചെയ്യണത്. അള്ളല്ല എന്നും പറഞ്ഞിങ്ങാണ്ട് കേൾക്കണ ആളുടെ ദഹിപ്പിക്കണത് അള്ള തന്നെയാണ്. കാരണം അള്ളാഹു നമ്മളോട് ചെയ്ത കരാറാണ്, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. ആ റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാൻ, അവനാണ് റഹ്മാൻ. എല്ലാവർക്കും ഒരേപോലെ ഗുണം ചെയ്യും, എല്ലാവർക്കും കാഴ്ച കൊടുക്കും, എല്ലാവർക്കും കേൾവി കൊടുക്കും. അത് എതിർക്കുന്നവരുടേതാണെന്ന് വിചാരിച്ചിട്ട് അന്ന് കാഴ്ചയെ പിൻവലിക്കൂല, എതിർക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എന്താക്കൂല, കേൾവിയെ പിൻവലിക്കൂല. അള്ളാഹു ആ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. അതാണ് റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അർ റഹീം, ആരാണ് റഹീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല? ഈ ലോകത്തിൽ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം, അഥവാ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ, അതാണ് റഹീം. പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. അതുകൊണ്ട് ഒരാളെ റഹീം എന്ന് മാത്രം വിളിക്കുന്നത് ഖൈറല്ല എന്നാണ് ഇസ്ലാമികപരമായ രീതി. റഹ്മാൻ എന്ന് വിളിച്ചാലും എന്തെന്ന് വിളിക്കരുത്? ഞാൻ തഫ്സീറിന്റെ വിശദീകരണം പറയാം. നമ്മളുണ്ടല്ലോ റഹീമെ റഹീമെ എന്ന് വിളിക്കുന്നത്, അത് വിളിക്കരുത് എന്നാണ്. കാരണം അത് അള്ളാഹു നാളത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൊരു സിഫത്താണ്. കാരണം അതൊരു മനുഷ്യന്മാർക്കും അള്ളാഹു കൊടുക്കാത്തതാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാത്രം സിഫത്താണ്. പക്ഷെ നമ്മളിവിടെ മനുഷ്യരെന്ന നിലക്ക് ആ റഹ്മാനോട് ചിലപ്പോൾ നമ്മൾ ചാരി നിൽക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് നമുക്ക് ഉപകാരം ചെയ്യണവർക്കും ഉപദ്രവം ചെയ്യണവർക്കും ഒക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കും. പക്ഷെ അർ റഹീം എന്നുള്ളത് വലിയ വിഷയമാണ്. കാരണം അവിടെ എല്ലാവരും നിശബ്ദമായി നിൽക്കുന്ന സമയമാണ്. അള്ളന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, റഹീമായ സിഫത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് എന്തൊക്കെ കഴിഞ്ഞു പോവാണ്ട്. ബുഖാരി ഷരീഫിൽ വലിയൊരു ഹദീസുണ്ട്, സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസ് എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ വരവ് പ്രതീക്ഷിച്ചിട്ട് മനുഷ്യർ കഴിയാൻ മഹ്ശറയിൽ. ആ രംഗം ആലോചിച്ച് നോക്കി. കോടിക്കണക്കിന് മനുഷ്യരും ജിന്നുകളും വേർത്ത് കുളിച്ച് വലിയ ചൂടിലിങ്ങനെ നിൽക്കുക. അങ്ങനെ അവരവസാനം സഹികെട്ട് കരഞ്ഞ് വിളിച്ചുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലെത്തും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയും, നിങ്ങളുടെ അബുൽ ബഷർ അല്ലേ, അഥവാ മനുഷ്യന്മാരുടെ പിതാവല്ലേ, അതുകൊണ്ട് നിങ്ങളൊന്ന് പറയും, നിങ്ങളെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹു സൃഷ്ടിച്ചതാണല്ലോ, നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹു വരും എന്ന് പറയാം. ഉടനെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ സ്വർഗത്തിൽ വെച്ചൊരു ചെറിയ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് അതിന്റെ പേടിയിലാണ് ഞാൻ. ഇന്ന് എന്റെ കാര്യത്തിൽ അള്ളാഹു എന്താണ് തീരുമാനിക്കുക എന്ന് എനിക്കെന്നറിയില്ല. ഒരു നബിയുടെ ഭയപ്പാടൊന്ന് ആലോചിച്ച് നോക്കാൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലെത്തും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലെത്തുന്ന സമയത്ത് നൂഹ് നബിയോട് ആളുകൾ പറയുന്നതാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട നബിയല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കപ്പല് ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രളയം വന്നപ്പോൾ രക്ഷപ്പെട്ടത്. അതിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഞാൻ എൻ്റെ മകൻ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വല്ലാണ്ട് അള്ളാഹുവിനോടൊന്ന് ഒരു ഇത് നടത്തിയിട്ടുണ്ട്. അള്ളാഹു നൂഹെ അവനെ വിട്ടേക്ക്, അവൻ നിന്നിൽപ്പെട്ടവനല്ല എന്നോട് കർക്കശമായി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ആലോചനയിലാണ് ഞാൻ ഇന്ന്. നൂഹ് നബിയുടെ അവസ്ഥയാണിത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വേറൊരു മറുപടി പറയും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വേറൊരു മറുപടി പറയും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഞാൻ ഒറ്റയടിക്ക് ഒരാളെ കൊന്നിട്ടുണ്ട്, കിബുത്തിയായ ഒരു വംശജനെ, അതുകൊണ്ട് അതിന്റെ പേരിൽ ഞാൻ ഇന്നാകെ ഭയപ്പാടിലാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടയിലെത്തുമ്പോൾ പറയും, എനിക്ക് ശേഷം എന്റെ ജനങ്ങൾ എന്നെ ആരാധിച്ച് ജീവിച്ചു, അതിനെക്കുറിച്ചിട്ട് എന്നോടെങ്ങാനും എന്റെ അള്ളാഹു ചോദിക്കുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ. എല്ലാവരും നഫ്സി 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 എന്ന് പറയാണ്, എല്ലാവരും കൈവെടിയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്ന, അങ്ങോട്ട് പറഞ്ഞോളി, ആ ആൾക്ക് മാത്രമാണ്, അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ഇന്നത്തെ ദിവസം അള്ളാഹുവിനെ വിളിക്കാനുള്ള പെർമിഷൻ ഉള്ളത്. ഇതാണ് റുസ്വാസമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽപ്പെട്ടൊരു പ്രത്യേകത. അങ്ങനെ ആളുകളെല്ലാവരും സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബുഖാരി ഷരീഫിൽ പിന്നെ ആർക്കും അത്ര തർക്കങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒന്നും മിണ്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യരുടെ കോടിക്കണക്കാകുന്ന എല്ലാറ്റിലും പെട്ട ആൾക്കാർ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഉള്ളവരെ വന്നിട്ടുള്ളത്. എത്ര ആൾക്കാരുണ്ടാവും? ഇന്നത്തെ 700 കോടി ജനം തന്നെ ഒന്നിച്ചുകൂടി എന്തായിരിക്കും കഥ? അപ്പൊ ഇത്രയും കാലഘട്ടത്തിൽ ആളുകൾ മുഴുവനും
ഒരുമിച്ച് കൂടി, ജിന്നുകളും ഒരുമിച്ച് കൂടി. കാരണം ജിന്നും ഇൻസും ആണല്ലോ ഏറ്റവും വലിയ കഥാപാത്രങ്ങൾ. അവർ ഒരുമിച്ച് കൂടി റസൂലുള്ളാഹിന്റെ അരികിലെത്തുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, ഞാൻ അല്ലാഹു വരുന്നതിന് വേണ്ടി സുജൂദിൽ കിടക്കും. ദീർഘമായ സുജൂദിനൊടുവിൽ മലക്കുകൾ വരിവരിയായി നിൽക്കും. എന്റെ അല്ലാഹു പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അല്ലാഹു അന്ന് പറയുന്ന മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, ഇർഫഅ റഅസക്, നിങ്ങളുടെ തലയെ നിങ്ങൾ ഉയർത്തിന അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടല്ലാതെ ഞാൻ ആ സുജൂദിൽ നിന്ന് ഉയരുകയില്ല എന്റെ സഹാബാക്കളെ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വരും. അല്ലാഹുവിനെ തനതായ ശൈലിയിൽ ആർക്കും കാണാൻ പറ്റില്ല. വിശദീകരണ പറഞ്ഞു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണകൾ നടത്തും. 3 കോടതിയാണ് നാളെ. ആ 3 കോടതിയിൽ ഏറ്റവും ആദ്യത്തെ കോടതി ഈമാന്റെ കോടതിയാണ്. ഈമാൻ ഇല്ല എങ്കിൽ പിന്നെ രണ്ടാമത്തെ കോടതിക്ക് പ്രവേശിപ്പിക്കൂല. രണ്ടാമത്തെ കോടതിയിലേക്ക് പ്രവേശിപ്പിക്കൂല. രണ്ടാമത്തെ കോടതി ഇബാദത്തിന്റെ കോടതിയാണ്. ഇബാദത്തിന്റെ കോടതി എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങളുടെ കോടതിയാണ്. അതുകൊണ്ട് നമ്മൾ പണ്ട് മദ്രസയിൽ പഠിക്കുമ്പോൾ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരമാണ് പഠിക്കുന്നത്. കാരണം അത് അറിവുള്ള ഉലമാക്കൾ കരുതിക്കൂട്ടി എഴുതിയൊരു വാക്കാണ്. കാരണം അവർക്കറിയാം എന്ത്, അതിന് മുമ്പൊരു കോടതി വരാനുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കോടതിയെ പറ്റി എഴുതിയപ്പോൾ ഇബാദത്തുകളിൽ വെച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരമാണ് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചത്. അല്ലാതെ ആദ്യത്തെ ചോദ്യം എന്തല്ല, നിസ്കാരത്തെ കുറിച്ചല്ല. ഇബാദത്തുകൾ ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം നിസ്കാരമാണ്. കാരണം പണ്ടൊക്കെ ഭയങ്കര വറകളുള്ള സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരായിരുന്നു, എന്തെങ്കിലും എഴുതൂല. അപ്പൊ ഈമാന്റെ കോടതി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കോടതിയാണ്. അല്ലാഹുവിൽ യഖീൻ വെച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യന്മാർ, അവിടെ ശിർക്ക് ചെയ്ത, അവിടെ വേറെ കോലത്തിൽ ജീവിച്ച, കുഫ്ർ ചെയ്ത ആൾക്കാർക്ക് ഒരു രക്ഷയില്ല. പിന്നെന്തിനാ അവരെ മറ്റൊരിലേക്ക് വിടേണ്ട ആവശ്യമില്ലല്ലോ ഇബാദത്തിന്റെ കോടതിയിലേക്ക്. ഇബാദത്തിന്റെ കോടതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഫൂവാൻ, റഹീമാണ്. അഥവാ മാപ്പാക്കി കൊടുക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്, കാരുണ്യമുള്ളവനാണ്. ഈ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീം എന്നുള്ള സിഫത്തിനെ വെളിവാക്കുന്ന രംഗങ്ങൾ അവിടെയാണ്. ഈ ലോകത്തിൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. മൂന്നാമത്തെ കോടതിയുണ്ട്, ഹുഖൂഖുൽ ഇബാദ. ഹുഖൂഖുൽ ഇബാദ അത് കുറച്ച് ശക്തമായ കോടതിയാണ്. ആ കോടതി മനുഷ്യന്മാരുടെ കോടതി, അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടിജാലകങ്ങളുടെ കോടതിയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ കുടുങ്ങിപ്പോവാന്ന്. ഈമാനുള്ള മനുഷ്യന്മാർ വരെ കുടുങ്ങിപ്പോണ സ്ഥലമാണ് മൂന്നാമത്തെ കോടതി. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൂന്നാമത്തെ കോടതിയുടെ പ്രത്യേകത എന്താണ്? അഥവാ അള്ളാഹു മാപ്പാക്കി തരൂല ആ ആളുകൾ മാപ്പാക്കി തരാതെ. അള്ളാഹു മാപ്പാക്കി തരൂല, ആരോടാണോ നമ്മൾ ചെയ്തത് അവർ നമ്മൾ വിചാരിക്കും ആൾക്കാരോടൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്തിട്ട് അള്ളാഹുവിനെ ഇങ്ങനെ കരഞ്ഞു വിളിച്ചാൽ ഒക്കെ ശരിയാവുന്നു. ശരിയാവില്ല. അള്ളാഹു പറഞ്ഞതാണ്, അൽ ഗീബത്തു അശദ്ദു മിനൽ ഖത്ൽ അൽ ഫിത്നത്തു അശദ്ദു മിനൽ സിന. ഒന്ന് ഹദീസാണ്, ഒന്ന് ആയത്താണ്. അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ പല ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഫിത്ന എന്ന് പറഞ്ഞാൽ അത് കൊലയേക്കാൾ ഏറ്റവും വലിയ ഇതാണ്. ഗീബത്തു അശദ്ദു മിനൽ സിന, വ്യഭിചാരത്തേക്കാൾ ഏറ്റവും ക്രൂരമായ തെറ്റാണ് ഒരുത്തന്റെ കുറ്റം പറയുന്നത്. വ്യഭിചാരം ചെയ്യുന്നതിനേക്കാൾ വലിയ, വ്യഭിചാരം എത്ര വലിയ കുറ്റമായിട്ട് നമ്മൾ കാണുന്നത്, അതിനേക്കാൾ വലിയ പാതകമാണ് മറ്റൊരാളുടെ. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള കാര്യം തന്നെ പറയലാണ്. ഉള്ള കാര്യമാണ്, പക്ഷെ അയാൾക്കത് പറയുന്നത് ഇഷ്ടമല്ല. അങ്ങനെയുള്ള കാര്യം പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു റഹീം ആകണമെങ്കിൽ തന്നെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണം. ആളുകൾ ഇങ്ങോട്ട് കുറ്റപ്പെടുത്തിയാൽ തന്നെ അവരുടെ നന്മകൾ മാത്രം പറഞ്ഞേക്കണം. മാപ്പ് ചോദിക്കാതെ തന്നെ അവർക്ക് മാപ്പാക്കി കൊടുക്കണം. മാപ്പ് ചോദിക്കാതെ മാപ്പാക്കുന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. മാപ്പ് ചോദിച്ചുകൊണ്ട് മാപ്പാക്കുന്നത് അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമല്ല. കാരണം നമ്മുടെ ഒരു ഇതും കൂടിയാണ്, എന്ത് വന്നിട്ട് മോൻ മാപ്പ് ചോദിച്ചല്ലോ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മാപ്പാക്കി കൊടുക്കുക, അതല്ല അള്ളാഹ്ക്ക് ഇഷ്ടം. മാപ്പ് ചോദിക്കാതെ ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയല. അപ്പൊ റഹ്മാനും റഹീമുമായ അള്ളാഹ്, ഇതാണ് ഖുർആനിൽ പറയുന്ന ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഞാൻ ആരംഭിക്കുന്നു എന്നുള്ള വാക്ക് അവിടെ ഇല്ല. അള്ളാഹുവിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലോകത്തിൽ
പിന്നെ ആരാധിക്കുന്നവർക്ക് അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവൻ. അത് ഈ ലോകത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് വിശദമായി കുറെ പറയാനുണ്ട്, നമുക്ക് ചുരുങ്ങിയത് പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും. അൽഹംദു എന്ന് പറഞ്ഞാൽ കേവലം സ്തുതിയല്ല, എന്തെങ്കിലും ഒരു സ്തുതിയല്ല. ഇവിടെയൊക്കെ അൽ വരുന്നുണ്ട്, ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. വെറും ഹംദല്ല, അൽഹംദു, സർവസ്തുതികളും, ഏറ്റവും വലിയ സ്തുതികളൊക്കെ ലില്ലാഹി, ഈ അള്ളാഹുവിനാണ്. അൽഹംദുലില്ലാഹി, ആ അള്ളാഹു എങ്ങനത്തവനാണ്? റബ്ബിൽ ആലമീൻ, അവൻ റബ്ബുൽ ആലമീനാണ്, അഥവാ ലോകങ്ങളുടെ മുഴുവനും സംരക്ഷകനാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഇത് നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാണ്. ഫാത്തിഹയുടെ അർത്ഥം ഡീപ്പായി പഠിച്ചിട്ട് നിസ്കരിക്കലും അല്ലാതെ നിസ്കരിക്കലും രണ്ടും രണ്ട് നിസ്കാരമാണ്. ഫാത്തിഹന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതുമ്പോൾ നമ്മൾ വേറെ ലോകത്തേക്കാണ് പോകും. നമ്മൾ ചിലരൊക്കെ പറയലുണ്ടല്ലോ, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ എന്താ കാട്ടാന്ന് ചോദിക്കും, ചുളിവിൽ ശ്രദ്ധ കിട്ടാൻ എന്താ കാട്ടാന്ന് ചോദിക്കലും. നിസ്കാരത്തിൽ ആണ്ട് പോവാണ്, ശ്രദ്ധ ഇങ്ങോട്ട് പോവാണ്. കാരണം ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് അത് അറിയില്ല, അതാണ് പ്രശ്നം. അപ്പൊ അത് ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ആയിരിക്കും നമ്മൾ ഉണ്ടാകുക. ഇമാം ഓതുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ കിടന്ന് മിന്നിമറിയും. നമ്മൾ പൂർണ്ണമായും സലാം വീട്ടുമ്പോൾ ഏതോ ഒരു ലോകത്ത് നിന്നിട്ട് വന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അതാണ് നിസ്കാരം. അസ്സലാത്ത് മിറാജുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ മിറാജാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പോ അർ റഹ്മാനിർ റഹീം എന്ന് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ റബ്ബിൽ ആലമീൻ എന്ന് പറയാനുള്ള കാരണം റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ കുറേ സംസാരങ്ങൾ നിങ്ങൾ റബ്ബ് കേട്ടിട്ടുണ്ടാവും. റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറബിയിൽ തർബിയത്ത് ഷൈഅൻ ഫശൈഅൻ ഇലാ കമാലിഹി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ടായത് മുതൽ അത് നാമാവശേഷമാകുന്നത് വരെ അതിനെ സംരക്ഷിക്കുന്ന പ്രക്രിയയുടെ പേരാണ് റുബൂബിയത്ത്. അത് നടപ്പിലാക്കുന്ന ആളാണ് റബ്ബ്. ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ ഒരു പാറക്കല്ലുണ്ടെന്ന് വെക്കുക. ഇപ്പൊ ഈ പാറക്കൽ, ഇതൊരു പാറയാണെന്ന് വെക്കുക, ഗ്രാനൈറ്റ്. ഈ പാറക്കല്ല് മുമ്പ് ലോകങ്ങളെല്ലാം കൂടി ഒന്നായിരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ എവിടെയോ ആയിരുന്നു ഇതിന്റെ അംശം. 7 കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച. 7 കോടി കൊല്ലം പഴക്കമുള്ള ഫോസിലുകൾ, ദിനോസറുകളുടെ ഒരു പഴക്കം കണക്കാക്കുന്നത് 7 കോടി കൊല്ലാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ കാലഘട്ടം എന്തായിരിക്കും? എന്നിട്ട് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, പിന്നെ ഞാൻ അതിനെ അടർത്തി. അതാണ് ഈ കുട്ടികളൊക്കെ കോളേജിൽ പഠിക്കുന്ന ബിഗ് ബാങ് തിയറി. അതിനെ പിടിച്ചാൽ കണ്ട അടർത്തിയിട്ട് ഓരോ ഭാഗത്തേക്ക് ഓരോ ഇതായിട്ട് ചിന്നി ചിതറിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ ചിന്നി ചിതറിപ്പിച്ച കൂട്ടത്തില് ഭൂമിയെയും ചിന്നി ചിതറിപ്പിച്ചപ്പോ ഈ സാധനം ഭൂമിയുടേതായി. എന്നിട്ട് പിന്നെ അത് എവിടെയോ ലക്ഷക്കണക്കിന് കൊല്ലം അടിയിലായിട്ട് അങ്ങനെ കിടന്ന്, ആ അടിയിലായി കിടക്കണ സാധനം അപ്പ സംരക്ഷിച്ചതും അല്ല തന്നെയാണ്. പിന്നീട് അതിനങ്ങനാക്കി ഇങ്ങനാക്കി മനുഷ്യന്മാരൊക്കെ പിന്നീട് 4ാമത്തെ ഡെക്കാഡ്സിൽ വന്ന് ചരിത്രപ്രകാരം അങ്ങനെ വന്ന സമയത്ത് അവർ പിന്നെ മെഹനത്ത് ചെയ്ത് പാറന്റെ അടിയിൽ നിന്ന് ഇതൊക്കെ പിന്നെ മോട്ടറുകൾ കണ്ടെത്തി ഇതൊക്കെ പുറത്തെടുത്തിട്ട് പിന്നെ അതിനെ മിനിക്കപ്പോൾ ഇതിന്റെ കുറെ ഭാഗങ്ങൾ ചിലപ്പോൾ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ്, യുപിയുടെ ഭാഗത്താണെങ്കിൽ അവിടെ കുറെ കൊഴിഞ്ഞുപോയി. അപ്പൊ ആ കഷ്ണത്തിനെ സംരക്ഷിക്കുന്നതല്ല, ഈ കഷ്ണത്തിന് ഇവിടെ ഇട്ട് ഈ പള്ളി ഏതോ ഒരു കാലഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖിയാമത്ത് നാൾ വരെ ഇതിനെ നിലനിർത്തുമാറാകട്ടെ, എപ്പോഴോ ഇതിനെടുത്ത് പൊടിച്ചു മാറ്റും. ആ പൊടിച്ചു മാറ്റുന്ന സമയത്ത് എവിടെയോ ഒരു കുണ്ടിൽ കൊണ്ടുപോയി ഇടും. ആ കുണ്ടിൽ പോയിടുന്ന സമയത്ത് പിന്നീട് എന്താവും, കഷ്ണങ്ങളാവും. അത് പിന്നീട് അതിന്റെ പൊടിയാകും. ആ പൊടി ചിലപ്പോൾ കാറ്റത്ത് വേറൊരു സ്ഥലത്തേക്ക് പാറും. ഒരു പൊടി, ആ പൊടി കാറ്റത്ത് പാറിപ്പോയി വേറൊരു സ്ഥലത്തേക്ക് എത്തും. അവിടെ ചിലപ്പോൾ ഒരു പാറയില്ലല്ലി പിടിക്കും. ആ പാറ പിന്നീട് വലുതാവും. അത് മറ്റൊരു റോക്ക്, ഒരു പാറയായി മാറും. ആ പാറയെ അന്നും സംരക്ഷിക്കുന്നവനല്ല. ഇങ്ങനെ അത് ഉണ്ടായി പിന്നെ നാമാവശേഷമായി അവസാനം ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാണ്ടയാകുന്നത് വരെ ഈ സംഭവത്തിനെ ഓരോ സെക്കൻഡിലും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥക്കാണ് എന്തെന്ന് പറയാ, റബ്ബ് എന്ന് പറയാം. നമ്മുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എനിക്ക് 37 വയസ്സായി. 39 കൊല്ലം മുമ്പ് ഞാൻ എവിടെയിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. ഇതിൽ 39 കൊല്ലം ആയ ആൾക്കാരുണ്ട്. ഈ 39 കൊല്ലം മുമ്പ് ഞാൻ എവിടെയിരുന്നു എന്ന് ചോദിച്ചാൽ
ആലമുൽ അർവാഹിൽ റൂഹായിട്ടുണ്ട്. എന്റെ ശരീരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ മണ്ണിൽ നിന്ന് എന്ന് പറയുന്നതിന് പല വിശദീകരണമുണ്ട്. ഒന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇതിൽ നിന്ന്, രണ്ടാമത്തെ ഒരു വിശദീകരണം, ഇതിന്റെ വിശദീകരണമാണ് ആപ്പിൾ അവിടെ, തക്കാളി ഇവിടെ, പിന്നെ അരി അവിടെ, ഓയിൽ ഇവിടെ, മറ്റതവിടെ, ഒക്കെ ഭൂമി തന്നെയാണ്. ഇതെല്ലാം കൂടി കഴിച്ചിട്ട് പിതാവിന്റെ ഉള്ളിലേക്ക് ചെല്ലല് ഭൂമിയുടെ അംശമാണ് ഈ ചെന്നത്. അതിൽ നിന്നുണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അത് പിന്നീട് ലോപിച്ച് ഇങ്ങനെയായ സംഭവങ്ങൾ. ഇതിനെ പിന്നീട് അസ്തമിപ്പിച്ച് നമ്മൾ മരിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ മരിക്കുന്ന സമയത്ത് നമ്മളെ ഖബറിലെത്തിക്കും. പിന്നെ നമ്മുടെ തോല്, മജ്ജ ഇതൊക്കെ ഇല്ലാണ്ടാവും. അത് പിന്നീട് നാമാവശേഷമാകും, എല്ലാടക്കം നുരുമ്പിച്ചു പോകും. ആ സമയത്തും അതിനെ സംരക്ഷിക്കുന്ന അള്ളാഹു ഏതെങ്കിലും ഒരു അംശത്തെ ബാക്കിയാക്കും. അതിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുന്നവൻ അള്ളാഹു. ആ സമയത്തും പരിപാലിക്കുന്നതല്ല, ഇപ്പോഴും പരിപാലിക്കുന്നതല്ല. ഇതും നമ്മുടെ സമ്പത്തോ, ഇതും നമ്മുടെ അധികാരമോ, ഇതും നമ്മുടെ ഏർപ്പാടോ, ഇതും നമ്മുടെ ബിസിനസ്സോ ഒരു ബന്ധവും ഇല്ല. എത്രയോ രോഗികൾ ഇന്നും ആശുപത്രിയിൽ കിടക്കുകയാണ്. ആ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അവരടുത്ത് ഇഷ്ടം പോലെ പൈസയുണ്ട്, സമ്പത്തുണ്ട്, ആൾക്കാരുണ്ട്, ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാതെ കിടക്കുകയാണ്. കാരണം ഈ ഒരു തുള്ളി വെള്ളം ഇറങ്ങണമെങ്കിൽ അത് അല്ലാഹു തന്നെ തീരുമാനിക്കണം. ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സയന്റിസ്റ്റുകളുടെ ചക്രവർത്തി സ്റ്റീഫൻ ഹോക്കിംഗ്, ഭയങ്കരമായ കണ്ടെത്തലുകൾ, ഹൈലി ഇൻഫോർമേറ്റീവ് ആൻഡ് ഹൈലി ഒരു തരം ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇന്നോവേറ്റീവായിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടെത്താൻ. പക്ഷെ ഇതൊക്കെ കണ്ടെത്തുമ്പോഴും മൂപ്പരൊരു ചെയറിൽ തളർന്നിരിക്കുക. ബ്രെയിനിലെ ചിന്തകളെ സൂപ്പർ ടെക് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തിരിക്കുക. 16 സെക്രട്ടറിമാര് സജീവമായിട്ട് കൂടെയാണ്. നാസയുമായി ബന്ധപ്പെട്ടവരും അതല്ലാതെയുമായി കാംബ്രിഡ്ജുമായി ബന്ധപ്പെട്ടവരൊക്കെ കൂടെ അങ്ങനെ നടക്കുകയാണ്. മൂപ്പരിൽ നിന്നൊരു വാക്ക് കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷെ ആ ഇരിക്കുന്ന കസേരയിൽ നിന്നൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. ഇതൊക്കെ കണ്ടെത്തിയിട്ടും ഈ നൂറ്റാണ്ടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ്, ലോകത്തിലെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ്. പക്ഷെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ എത്ര മോഹം ഉണ്ടാവും, ഒന്ന് എണീറ്റ് നടക്കാൻ എത്ര മോഹം ഉണ്ടാവും. പക്ഷെ അല്ലാഹു തളർത്തിയൊരു കസേരയിൽ എത്തിയിരിക്കാം. അല്ലാഹു രണ്ടും കാണിച്ചു തരാം. ഇങ്ങനെ റുബൂബിയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ അതാണ്. ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാട്ടെ. മടുത്ത കുറെ വിശദീകരണത്തേക്ക് പോകണ്ടല്ലേ? പക്ഷെ ഇങ്ങനെ പോവല്ലേ നല്ലത്. ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം. ആലമീൻ ലോകങ്ങളാണ്. ഏതൊക്കെ ലോകങ്ങൾ? ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. പാത്തി എന്നും പൂർത്തിയാവുമെന്ന് തോന്നണില്ല. നമുക്ക് മാലിക് യൗമിദ്ദീനെങ്കിലും ആക്കാൻ ഇൻഷാ അല്ലാഹ്. കുറച്ചടുത്തേക്ക് ഇരിക്കുക. ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പമാണ് ഏതിന്? സൂര്യന്. എത്ര ലക്ഷം ഇരട്ടി വലുപ്പം? കോളേജിൽ കുട്ടികൾ പഠിക്കുന്നതാണ്. ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പമാണ് സൂര്യന്റെ വലുപ്പം. സൂര്യനെ പറ്റി സയൻസിൽ പറയുന്നത് എന്താണ്? ദ സ്മോളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൂര്യനേക്കാൾ 69 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഗ്രഹത്തെ സ്റ്റീഫൻ ഹോക്കിംഗ് ഈ അടുത്തിടെ കണ്ടെത്തി. സൂര്യനേക്കാൾ 69 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള അങ്ങനത്തെ നക്ഷത്രങ്ങൾ 69,000 കൊല്ലം ഇരുന്നെണ്ണാനുള്ളത് ഒരു ഗാലക്സിയിലുണ്ടെന്നാണ്. പെർ സെക്കൻഡ് 1 നോൺ സ്റ്റോപ്പ്ഡ് കൗണ്ടിങ്. തഫ്സീറിന്റെ വ്യാഖ്യാന പ്രകാരം ഒന്നാം ആകാശം എന്ന് പറഞ്ഞാൽ രണ്ടാം ആകാശത്തിൽ കൊണ്ടുപോയിട്ടാൽ അതിന് ഓരോ പേര് പറയുന്നുണ്ട്. ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുൽ അംർ, ആലമുൽ മിസാല്, മലഉൽ ആല, മനസ്സിലാക്കാൻ വേണ്ടി ടെർമിനോളജി ഉപയോഗിച്ചതാണ്. അപ്പൊ ഈ ലാഹൂത്തിനെ കൊണ്ടുപോയി ജബറൂത്തിൽ കൊണ്ടുപോയി ഇട്ടാൽ കണ്ണെത്താത്ത ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരിട്ടതുപോലെയാണ്. ഇത് ഹദീസിൽ വരുന്ന സംഭവമാണ്. കണ്ണെത്താത്ത ഒരു മരുഭൂമി കണ്ടവർക്കറിയാം. ഇപ്പൊ രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാലും ആകാശം ഇങ്ങനെ മുട്ടിക്കുണ്ടാവും, ഇങ്ങോട്ട് നോക്കിയാലും ആകാശം മുട്ടിക്കുണ്ടാവും, അങ്ങോട്ട് നോക്കിയാലും ആകാശം മുട്ടിക്കുണ്ടാവും, അപ്പുറത്ത് നോക്കിയാലും ആകാശം മുട്ടിക്കുണ്ടാവും. കപ്പലിൽ യാത്ര ചെയ്യും പോലെയാണ്. കപ്പലിൽ യാത്ര ചെയ്ത് കുറെ അങ്ങോട്ട് പോയാൽ കടലേ ഉള്ളൂ എന്ന് തോന്നും, വേറെ കരയൊന്നും നമുക്ക് കാണൂല. ചുറ്റുഭാഗം നോക്കിയാലും ആകാശം ഇങ്ങനെ വന്നിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ആകാശം ഒരു മേൽക്കൂരയായിട്ട്. സത്യത്തിൽ ആകാശം എവിടെയാണ് നിൽക്കുന്നത്? ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? ഭൂമി ഒരു ചെറിയ സാധനമാണ്. നമുക്ക് തോന്നുകയാണ് നമ്മൾ ഭയങ്കര സംഭവമാണ്. ഈ കാണുന്ന ആകാശത്തിന്റെ അപ്പുറത്ത് വേറൊരു ആകാശം, ആകാശത്തിനപ്പുറത്ത് വേറെ ആകാശം. സബ്അ സമാവാത്ത്, ഇത് ഖുർആന്റെ വാക്കാണ്. 7 ആകാശങ്ങൾ, സബ്അ സമാവാത്ത് അള്ളാഹുവിന്റെ പ്രയോഗമാണ്.
ഈ ആകാശങ്ങൾ മുഴുവൻ ലോകങ്ങളാണ്. ഇതിന്റെ അവസ്ഥ എന്താണ് നമുക്ക് പറയാൻ പറ്റൂല. ഈ അവസ്ഥകളൊക്കെ ഭേദിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റൂല. അണ്ഡകടാഹത്തിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റൂല. ഒരു നക്ഷത്രവും തമ്മിലുള്ള അകലം ഞാൻ ഇന്നാളൊരു പുസ്തകത്തിൽ വായിച്ചു. അതിന്റെ ഇടയിൽ 13 ലക്ഷത്തിലേറെ നക്ഷത്രങ്ങളെ വെക്കാതാണ്. ഒരു നക്ഷത്രത്തിന്റെ ഇടക്ക് 13 ലക്ഷം നക്ഷത്രങ്ങളെ വേറെ വെക്കാണ്. അത്രയും ദൂരെ ഈ നക്ഷത്രങ്ങൾ തന്നെ നിൽക്കുന്നത്. 69,000 കൊല്ലം ഇരുന്ന് എണ്ണിക്കഴിഞ്ഞാൽ അത്രയും കൊല്ലം കൂടി എണ്ണിയാലേ അതിലുള്ളത് തീരുള്ളൂ എന്നാണ് ഡോക്ടർ ഹെഡിങ്ടൺ ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇനി 69,000 കൊല്ലം ഇരുന്ന് എണ്ണിക്കൊണ്ട് അതിനെ പൂർത്തിയാക്കിയാൽ തന്നെ 69,000 കൊല്ലം കഴിയുമ്പോഴേക്ക് അത്രയും കൂടി നക്ഷത്രങ്ങൾ അതിലുണ്ടാവുന്നതാണ്. ഞാനല്ലേ ഈ ആകാശത്തിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ. അള്ളാഹു ഖുർആനിൽ ചോദിക്കാൻ, ഈ ആകാശത്തെ മുഴുവൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ ഞാനാണ്. ഈ മുഴുവൻ ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല, കേവലം ഈ ഭൂമിയുടേതല്ല, ഈ നക്ഷത്രങ്ങളെ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനുൽ ഖദീം ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തിലെ സൂര്യൻ അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ, അതേമാതിരി ചന്ദ്രൻ അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ അവ തമ്മിൽ കൂട്ടിമുട്ടാതെ വൽ ഖമറ ഖദ്ദർനാഹു മനാസില, അത് നിർണയിക്കപ്പെട്ട ആ കണക്കാക്കിയിട്ടുള്ള മനാസിലൂടെ, അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ ചന്ദ്രൻ അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ സഞ്ചാരപഥങ്ങൾ, വ്യത്യസ്തമായ ലോകങ്ങൾ, അവിടെയൊക്കെ മലക്കുകൾ, അവിടെയൊക്കെ അവരുടേതായ സംവിധാനങ്ങൾ, ഇങ്ങനെ മുഴുവനായിട്ടുള്ള മുഴുവൻ ലോകങ്ങളുടെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനി. അള്ളാഹു സൂറത്തു സുമറിൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കേണ്ടുന്ന രീതിയിൽ അവരെന്നെ കണക്കാക്കിയിട്ടില്ല. അള്ളാഹു പറയാണ്, നമ്മളുണ്ടല്ലോ ആരോടെങ്കിലും ഒരു വിഷയമൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ ഈ പോക്കിരികളൊക്കെ പറയുമ്പോൾ പറയല്ലോ, ഞാൻ ആരാന്ന് എനിക്ക് ശരിക്കും അറിയില്ല എന്നറിയും. ആ വർത്താനാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രി, എന്നെ കണക്കാക്കേണ്ടുന്ന രീതിയിൽ നിങ്ങൾ എന്നെ കണക്കാക്കിയിട്ടില്ല. കാരണം നമ്മളെ കണക്കാക്കൽ അത്ര ഉള്ളൂ എന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് അള്ളാഹ് പറയാണ് വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രി. എന്നിട്ട് അള്ളാഹു സൂപ്പർലേറ്റീവ് ആയിട്ട് കാര്യം പറയാണ്, വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ. നിങ്ങൾ താമസിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, അത് മുഴുവൻ ഞാൻ എന്റെ കൈവെള്ളയിൽ ഒതുക്കും. അത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ, വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശങ്ങളെ മുഴുവൻ ഞാൻ എന്റെ വലത്തെ കയ്യിലിട്ട് ചുരുട്ടും. ഒരു വല്ലാത്ത വാക്കാണ്. ഈ പറഞ്ഞ ആകാശങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഈ കാണുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പമുള്ള ഈ സൂര്യൻ, ആ സൂര്യൻ ഏറ്റവും ചെറിയ നക്ഷത്രം, അങ്ങനത്തെ കോടാന കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ, താരാപഥങ്ങൾ, ക്ഷീരപഥങ്ങൾ, ഉൽക്കകൾ, കൊള്ളിമീനുകൾ, അത് ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിൽ, അതിന്റെ അപ്പുറത്തേക്ക് രണ്ടാം ആകാശം ലാഹൂത്തും ജബറൂത്തും, അത് കഴിഞ്ഞാൽ പിന്നെ മലക്കൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും ആലമുൽ അർവാഹും മലഉൽ ആലയും കഴിഞ്ഞു പോയി. ഈ മുഴുവൻ ലോകങ്ങളെ ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടും ഏറ്റവും വലിയ ഏകഛത്രാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല. സമഗ്രാധിപത്യത്തിന്റെ, സർവാധിപത്യത്തിന്റെ, മലയാളത്തിൽ ഏറ്റവും നല്ല പദം അതാണ്, സമഗ്രാധിപത്യം അല്ലെങ്കിൽ സർവാധിപത്യം. ഈ സർവാധിപത്യത്തിന്റെ കരങ്ങളെ കൊണ്ട് പിടിച്ചമർത്തും. വസ്സമാവാതു മത്വിയാതും ബിയമീനി, അല്ലാഹു സൂറത്തു സുമറിൽ പറയുന്നുണ്ട്. ആകാശങ്ങൾ മുഴുവൻ ഒറ്റ കയ്യിലിട്ട്. അപ്പൊ ഈ കാണുന്ന മുഴുവൻ ലോകങ്ങളുടെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, ഓരോ സൂക്ഷ്മമായ അണുക്കളെയും, ഇവിടെ കുറേ ബാക്ടീരിയകൾ വലിയൊരു മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ നോക്കിയാൽ പുഴുക്കളെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. വിദ്യാർത്ഥികളൊക്കെ സയൻസ് ലാബിലൊക്കെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ, ഇപ്പോൾ ഡോക്ടറൊക്കെ കുറെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഇതിങ്ങനെ പോണത് കാണാം. ഭയങ്കര ശക്തിയുള്ള മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമ്മുടെ മുമ്പിലൊക്കെ പുഴുക്കൾ. നമുക്ക് തന്നെ ശ്വസിക്കാൻ തന്നെ ഒരു ജാതി തോന്നും. എന്ന് വെച്ചാൽ കുറേ പുഴുക്കൾ നമ്മുടെ ഉള്ളിലേക്കാണ് പോണതായിട്ട് നമുക്ക് തോന്നും. അവക്കും ജീവനുണ്ട്. അവരുടെ ജീവന്റെ ഓരോ സ്പന്ദനങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഉറുമ്പുകൾ കോടാന കോടിയുണ്ട് ഈ ലോകത്തിൽ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഈ പറമ്പിൽ ഇങ്ങനെ നടന്നാൽ തന്നെ എത്ര ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ ഉണ്ടാവും പലയിടത്തായിട്ട്.
ഇതിന്റെ മുഴുവൻ കരളിനെ നിയന്ത്രിക്കുന്നവൻ, അതിന്റെ ഹാർട്ടിനെ മിടിപ്പിക്കുന്നവൻ, അതിന്റെ ദഹനപ്രക്രിയ നടപ്പിലാക്കുന്നവൻ, അത് ആ ഒരു ഉറുമ്പ് ഭക്ഷണം കഴിച്ചാൽ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ, അതിനെ ദഹിപ്പിക്കുന്നവൻ. അങ്ങനെ കുറച്ചും കൂടി മേലോട്ട് പോയാൽ ചേരട്ട പോലെയുള്ള ചെറിയ ജീവികളുണ്ട്, അതിനെ സംരക്ഷിക്കുന്നവൻ. അതിനേക്കാളും കുറച്ചും കൂടി മേലോട്ട് പോയാൽ വലിയ വലിയ അട്ടപ്പുഴുക്കൾ പോലെയുള്ളതുണ്ട്, അതിനെ മുഴുവൻ അതിന്റെ കരളിനെയും സംരക്ഷിക്കുന്നവൻ, അതിന്റെ ഹൃദയത്തെയും സംരക്ഷിക്കുന്നവൻ, അതിന്റെയും റബ്ബ്. അതിന്റെ കുറച്ചും കൂടി മേലേക്ക് പോയാൽ ഈ നാഞ്ഞൂള് പോലെയുള്ള പാമ്പുകളെ പോലെയുള്ള ഇഴജീവികളുണ്ട്, ആ ജീവികളെയും അതേപോലെ സംരക്ഷിക്കുന്നവൻ. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ കോടിക്കണക്കിന് മത്സ്യങ്ങളെ കടലിൽ സംരക്ഷിക്കുന്നവൻ. കുറച്ചും കൂടി മേലേക്ക് പോയാൽ ആകാശത്തിലൂടെ പറക്കുന്ന പറവകളുടെ ഓരോ പറവകളുടെയും കിഡ്നിയെ നിയന്ത്രിക്കുന്നവൻ, അതിന്റെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നവൻ, അതിന്റെ സെൻസിനെ നിയന്ത്രിക്കുന്നവൻ, അതിന് അറിവ് കൊടുക്കുന്നവൻ, അതിന് അന്നം തേടി പറഞ്ഞയക്കുന്നവൻ. അതിന്റെ കുറച്ചും കൂടി മേലേക്ക് പോയാൽ മൃഗങ്ങൾ, ഹിംസ്ര ജന്തുക്കളുണ്ട്, അല്ലാത്തതുണ്ട്, അതിനെ മുഴുവൻ അതിന്റെ ഹാർട്ടിനെ നിയന്ത്രിക്കുന്നവൻ, അതിന്റെ ഹാർട്ടുകളെ മിടിപ്പിക്കുന്നവൻ, അതിന്റെ കരളിനെ നിയന്ത്രിക്കുന്നവൻ. അതിന്റെയും കുറച്ചും കൂടി മേലോട്ട് പോയാൽ പിന്നെ മനുഷ്യര്, ഈ മനുഷ്യരുടെ എല്ലാ അവസ്ഥകളെയും നിയന്ത്രിക്കുന്നവൻ. നമ്മുടെയൊക്കെ ബ്രെയിൻ ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഹൃദയം ഇപ്പം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കരളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കിഡ്നി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മുഴുവൻ ഒരൊറ്റ കിഡ്നിയിൽ 10 ലക്ഷം അരിപ്പകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ മുഴുവൻ നിയന്ത്രിച്ച് പെരുമാറുന്നവൻ. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ ജിന്നുകൾ, അവരുടെ ലോകത്തെ സംവിധാനിച്ചവൻ, അവരുടെ ഭക്ഷണത്തെ സംവിധാനിച്ചവൻ, അതിപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നവൻ. അതിന്റെ അപ്പുറത്തേക്ക് മലക്കുകൾ, ആ മലക്കുകൾ, ഒരു മലക്കിന്റെ വലുപ്പം തന്നെ എത്രയാണ്? ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വലുപ്പം ഒരു ചിറക് വിരിച്ചാൽ ആകാശം മുഴുവൻ മൂടിപ്പോകുമെന്നാണ്. അത്രയും വലിയ മലക്കുകളുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ. ഇതെല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ നമ്മൾ കൈകെട്ടിയിട്ട് ബിസ്മി ഓതി കഴിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ മനസ്സിലൂടെ കടന്നു പോകണം. അപ്പോഴാണ് നിസ്കാരം എന്താവുള്ളൂ. ഈ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ അല്ലാഹ്, ഇതെല്ലാം നടപ്പിലാക്കുന്ന എന്റെ അല്ലാഹ്. അവിടെ മലക്കുകൾക്ക് റോളില്ല, അവിടെ ജിന്നുകൾക്കില്ല, മനുഷ്യർക്കില്ല, കച്ചവടത്തിനില്ല, ഏർപ്പാടിനില്ല. റബ്ബുൽ ആലമീൻ. കാര്യങ്ങൾ കാണാം. അവിടെ ഒരു നീട്ടല്, ഹറമിലെ ഇമാമാരൊക്കെ ഇതാക്കുമ്പോ ആ ചിന്തയിലൂടെ ഒരു നീട്ടലാണത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാണ്ട് ഓതുമ്പോ ആലമീൻ എന്ന് പറഞ്ഞിട്ടൊരു നീട്ടലാണ്. അവിടെ നീട്ടാൻ അനുവാദമുണ്ട്. സഹോദരന്മാരെ, ഈ സർവ്വ ലോകങ്ങളുടെയും സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. വീണ്ടും അല്ലാഹു പറയാണ്, ഒന്നും കൂടി ആവർത്തിച്ചിട്ട്, ഈ റബ്ബാരാന്നറിയോ? അർ റഹ്മാനിർ റഹീം. അവൻ റഹ്മാനും റഹീമുമാണ്. അത് നേരത്തെ അതേ അർത്ഥം അവർക്ക് കൊടുത്താൽ മതി. ഈ കണ്ട മുഴുവൻ പ്രപഞ്ചത്തെ ഇങ്ങനെ അടക്കി ഭരിക്കുമ്പോഴും എല്ലാവർക്കും ഒക്കെ നൽകുന്ന റഹ്മാൻ, അനുസരിച്ചവർക്ക് മാത്രം നൽകുന്ന റഹീം. മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ. യൗമിദ്ദീന്റെ ഉടമസ്ഥനാണവൻ. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാണ്. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ, യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? പ്രതിഫല ദിവസത്തിന്റെ. അതൊരു മലയാളത്തിലൊരു ടേമാണ്. സത്യത്തിൽ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീരൂല. പ്രതിഫല ദിവസത്തിന്റെ എന്നാണ് മലയാളത്തിൽ സാധാരണ കാണുക. പക്ഷേ തഫ്സീറുകൾ അതിന്റെ വ്യാഖ്യാനം കാണുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ദ മാസ്റ്റർ ഓഫ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഇൻ ദ, എന്താണ് വാക്ക്? മാസ്റ്റർ ഓഫ് ജഡ്ജ്മെന്റ് എന്നല്ലാതെ വേറെ യൂസഫ് അലി ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ദ ഡേ ഓഫ് റിസറക്ഷൻ. ദ ഡേ ഓഫ് റിസറക്ഷൻ. അതിന്റെ വ്യാഖ്യാനം ഉണ്ട് കൊടുക്കുന്നത്. കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കി എല്ലാറ്റിനെയും പുനഃസൃഷ്ടിച്ചിട്ട് വീണ്ടും അങ്ങനത്തെ ഒരു സംവിധാനത്തിനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. വെറും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ മാത്രമല്ല, എന്നാൽ നമുക്ക് പറയാം നീതിപൂർവം വിധിക്കുന്ന ദ ഡേ ഓഫ് ജഡ്ജ്മെന്റിന്റെ, വിധി നിർണയ ദിവസത്തിന്റെ ഉടമസ്ഥൻ. ആ സമയത്ത് എല്ലാം തകർത്ത് തരിപ്പണമാക്കി മറ്റൊരു ലോകത്തിനെ സംവിധാനിച്ച് അതിലെല്ലാവരെയും കൂട്ടിയിട്ട് പിന്നീട് അതിനെ വിതരണം ചെയ്ത് നൽകുന്നവൻ. ഇതാണ് മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ. ഇതൊക്കെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അവദാനങ്ങളാണ്. അവനെ വാഴ്ത്തി പറയാം. എന്നിട്ട് ഫാത്തിഹയുടെ സെൻസ് എന്താണെന്നറിയോ? എന്ത് പറയാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് എന്നറിയാം? ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഒറ്റ കാര്യം പറയാൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
ഇങ്ങനെയുള്ള ഏറ്റവും വലിയ റഹ്മാനായ റഹീമായ റബ്ബുൽ ആലമീനായ വീണ്ടും റഹ്മാനായ റഹീമായ മാലിക് യൗമിദ്ദീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവിനെ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ തേടുന്നു. കാരണം വേറെ ആർക്കും സഹായിക്കാൻ പറ്റൂല. കാരണം ഇങ്ങനത്തെ ഒരാളല്ല ഇതിന്റെ കോടാന കോടി അംശത്തേക്ക് എത്താൻ പോലും ആരും ഉണ്ടാവും ഇല്ല. അതുകൊണ്ട് പിന്നെ ആരോടും സഹായം ചോദിക്കാനില്ല. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. അവിടെയൊക്കെ ജമാഅത്ത് നിസ്കാരമാണ് പ്രാധാന്യം. അത് തഫ്സീറിൽ വരുന്നതാണ്. ഫാത്തിഹ പോലും ഓതുമ്പോ ഇയ്യാക നഅ്ബുദു എന്ന് വന്നത് എന്തുകൊണ്ടാണ് എന്നതിന്റെ വിശദീകരണത്തിലുണ്ട്. കൂട്ടമായി നിസ്കരിക്കാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അവിടെ നിസ്കരിക്കുന്നവർക്ക് എല്ലാവർക്കും കൂടിയാണ് ഈ പ്രാർത്ഥന, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ നമ്മൾ കാലാണ്ടും കണ്ടും അടർത്തി വെച്ചിങ്ങാണ്ട് പറഞ്ഞാൽ എന്തായിരിക്കും പാട്? എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന, അവിടെയും എല്ലാരെയും കൂടി കൂട്ടിച്ചേർത്തിട്ടാ പറഞ്ഞത്. നഹ്നു വസിൻ എന്ന് പറയും. ഇഹ്ദിന, ഞങ്ങളെ എല്ലാവരെയും നീ നേർമാർഗത്തിലാക്കണേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴി ഞങ്ങളാക്കണമേ. ഏതിലാക്കണമേ? സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ആക്കണമേ. അഥവാ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന് സിറാത്തുൽ മുസ്തഖീമിലാക്കി. അതിന്റെ വിശദീകരണം അതാണ്. അതിൽ തന്നെ ഇസ്തിഖാമത്തോടു കൂടി നിലനിർത്തണേ എന്നാണ് അതിന്റെ വിശദീകരണം. വഴി കാണിച്ചു തന്ന് ആ വഴിയിൽ ഞങ്ങളെ നിലനിർത്തി അതിൽ തന്നെ ഞങ്ങളെ മരിപ്പിക്കണേ എന്നതിന്റെ വിശദീകരണം കടന്നു പോകുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ചൊവ്വായ മാർഗത്തിൽ എന്താക്കണം? ഞങ്ങളെ ആക്കണമേ. ഏതാണ് ഈ ചൊവ്വായ മാർഗം? സഹോദരന്മാരെ, ചൊവ്വായ മാർഗം എന്ന് പറഞ്ഞാൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അൻഅംത അലൈഹിം, അൻഅംത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിച്ച, നീ ആരുടെ മേലിലാണോ അനുഗ്രഹം ചെയ്തത്, നിഅമത്ത് ചെയ്തത്, അവരുടെ വഴിയിൽ, വേറെ ആരുടെയും വഴിയിലല്ല. സിറാത്തല്ലദീന, എങ്ങനത്തെ വഴിയാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ മുൻപ് കഴിഞ്ഞു പോയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇത്രയും കാലഘട്ടത്തിലടക്ക് നീ നിഅമത്ത് ചെയ്ത, നീ അനുഗ്രഹിച്ച, നീ നിന്റെ സ്വർഗത്തിലേക്ക് വിളിച്ച, നിന്റെ സ്വർഗത്തിൽ സീറ്റുകൾ ഉറപ്പിച്ച ആളുകളുണ്ട്. അവരുടെ മാർഗത്തിൽ, അല്ലാതെ ആരുടെ മാർഗത്തിലല്ല. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. ഇതിന്റെ വിശദീകരണം ധാരാളമാണ്. ആരോടൊക്കെ കോപിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല? ധാരാളം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ എതിരാളികളോട് കോപിച്ചു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ എതിരാളികളോട് കോപിച്ചു, അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ദുൽകിഫ്ലി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, അതുമാതിരി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇങ്ങനെ ഓരോ നബിമാരുടെയും എതിരാളികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചു. ഏറ്റവും വലിയ നരകത്തിലേക്കാണ് അവരെന്ന് പ്രഖ്യാപിച്ചു. വിശുദ്ധ ഖുർആനിൽ 2 ടീമായിട്ട് തിരിച്ചു. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. അതിൽ ഫരീഖും ഫിൽ ജന്നയുടെ വഴിയിൽ, ഒരിക്കലും ഈ ഫരീഖും ഫിന്നാറിന്റെ വഴിയിലല്ല ഞങ്ങളാക്കേണ്ടത്. വലിയൊരു പ്രാർത്ഥനയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ നീ ആക്കണമേ. ഏതാണ് ആ ചൊവ്വായ മാർഗം? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്തല്ലദീന, ആരുടെ മാർഗത്തിലാണ്? അൻഅംത, നീ അനുഗ്രഹിച്ചു, അലൈഹിം, അവരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തു, അവരുടെ മാർഗത്തിൽ ഞങ്ങളാക്കണമേ. ഗൈരിൽ മഗ്ലൂബ്, ഗളബ് എന്ന് പറഞ്ഞാൽ നമ്മളോട് തള്ളാരൊക്കെ പണ്ട് പറയില്ലേ, ഇജ്ജ് ആകെ ഒലബ ഇളകിന്റെ വരണ്ടെന്നറിയില്ലേ? ഒതബ ഇളകുക എന്ന് പറഞ്ഞാൽ ഇത് ഒലബാണ്. അതൊരു പറഞ്ഞ് ഒതബാക്കിയതാണ്. ഒലബ ഇളകുക എന്ന് പറഞ്ഞാൽ കോപിക്കുക. ഗൈരിൽ മഗ്ലൂബി, ഗൈർ അവരല്ല, മഗ്ലൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രീഭൂതമായവരുടേതല്ല. കാവലിനെ തേടുകയാണ്. വലദ്ദാല്ലീൻ, നീ വഴിപിഴപ്പിച്ചവരുടേതുമല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ചെയ്തികളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വഴിപിഴച്ചവരായി പ്രഖ്യാപിച്ചു. വഴിപിഴച്ചവരാണ് ളാല്, വഴിപിഴപ്പിക്കുന്നവരാണ് മുളില്. അപ്പൊ ഈ ളാലും മുളിലുമായിട്ടുള്ള ആളുകൾ എന്താക്കരുത്? അതിൽ ഞങ്ങളെ പെടുത്തരുത്. ഞങ്ങൾ എന്തിലാക്കണം? നേരായ മാർഗത്തിലാക്കണം. നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞാട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അറിയണതാണ്. എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാല്? ഒറ്റയടിക്ക് അർത്ഥം പറയുമ്പോൾ അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ. നല്ല സുഖാണ് പറഞ്ഞു പോകാൻ. എന്താണ്? അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ.
ബിസ്മില്ലാ പറഞ്ഞാട്ട അർത്ഥം എല്ലാവർക്കും അറിയട്ടോ. എന്നാൽ നമ്മളൊന്ന് പഠിക്കാണ്. നോമ്പ് പഠിക്കാനുള്ളതാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാനുള്ളതുമാണ്. അതോടുകൂടി തന്നെ എന്താണ്, ആയത്തിൽ നിന്ന് ഒരു ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ളതാണ്. എത്ര? വേറെ ഹദീസിൽ വരുന്നുണ്ട് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ളതാണ്. അപ്പൊ കുറേ നിസ്കരിക്കുക എന്നുള്ളതല്ല, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താ അതിന്റെ അർത്ഥം? എല്ലാവരും കൂടി ഒന്ന് പറയും. അളവറ്റ ദയാഭരണം കരുണാവാരിധിയൊക്കെ എടുത്തോണ്ട് ഒഴിവായിക്കാളി. നമുക്ക് തഫ്സീറിൽ വരുന്ന അർത്ഥം കൊടുക്കാം. അതാണ് ഒറ്റയടിക്ക് ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ. എന്താണ്? ഈ ലോകത്തിൽ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന, ഈ ലോകത്തിൽ അനുസരിക്കുന്നവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്ന അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ആരംഭിക്കുന്നുള്ള വാക്ക് അവിടെ ഇല്ല, അതാണ് അതിന്റെ അർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനേക്കാകുന്നു. അവൻ എങ്ങനത്തെ അള്ളാഹുവാണ്? റബ്ബുൽ ആലമീൻ. റബ്ബിൽ ആലമീനാണ്, അഥവാ അവൻ ലോകങ്ങളുടെ മുഴുവൻ റബ്ബാണ്. അപ്പൊ ആ ലോകം ആലോചിക്കണം. ഈ കണ്ട മുഴുവൻ ലോകങ്ങളുടെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെയും പറയാണ് അർ റഹ്മാൻ. അവൻ ആരാണ്? ഈ ലോകത്ത് ഗുണം വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവനാണ്. പിന്നെയോ അർ റഹീം. അവൻ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവനാണ്. മാലിക്കി യൗമിദ്ദീൻ. എന്താണ് മാലിക്കി യൗമിദ്ദീൻ? എന്താണ് അതിന്റെ അർത്ഥം? മാലിക്, അവൻ ഉടമസ്ഥനാണ്. യൗമിദ്ദീൻ, ഏത് ദിവസത്തിന്റെ? വിചാരണ ദിവസത്തിന്റെ, അല്ലെങ്കിൽ എന്തിന്റെ? പ്രതിഫല ദിവസത്തിന്റെ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതുണ്ട് പറഞ്ഞിട്ട് പിന്നെ പറയാണ് ഇയ്യാക നഅ്ബുദു. പറഞ്ഞാട്ടെ, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇവിടെ നിന്നോട് മാത്രം എന്നുള്ള ഏറ്റവും പ്രബലമായ 7 തഫ്സീറുകളുണ്ട്. ഏറ്റവും ടോപ്പ് തഫ്സീർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചത് ഏതാണെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീറാണ്. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ തഫ്സീർ ഏറ്റവും നന്നായിട്ട് എഴുതിയ ആളാണ് ആര്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേമാതിരി തന്നെ ബൈലാവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള. അപ്പൊ ഇങ്ങനെയുള്ള 7 ഏറ്റവും ടോപ്പ് തഫ്സീറുകളിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു, നിന്നോട് മാത്രം എന്ന് പറയാൻ മറക്കല്ലേ. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തേടുന്നു എന്നല്ല എന്ന് പറഞ്ഞാട്ടെ. നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം പറയും. സിറാത്തുൽ മുസ്തഖീം അഥവാ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ, ഞങ്ങൾക്ക് നീ വഴി കാണിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അതാണ് ആ മാർഗം, അതാണ് ആ മാർഗം. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. വലദ്ദാല്ലീൻ, നീ വഴിപിഴപ്പിച്ചവരുടെ മാർഗത്തിലുമല്ല. വിരോധമില്ലെങ്കിൽ ഒന്ന് കണ്ണടച്ചിരുന്നാട്ടെ. ഇതൊക്കെ എന്താന്നൊക്കെ തോന്നും. ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കൽ. നമ്മളെങ്ങനെ പഠിച്ചു കേട്ടോ, അതുകൊണ്ട് പറയാം. ഇനി ഒന്ന് മനസ്സിലൊന്നിങ്ങനെ ഓതി വെക്കേട്ടോ ഫാത്തിഹ. ഈ അർത്ഥം ആലോചിച്ചോണ്ട് ഓതണം കേട്ടോ. ശരി, ഇവിടെ എത്തിയാ മനസ്സിലാകണ്ട? ആർക്കെങ്കിലും കിട്ടാത്തണ്ട? ഇല്ല, ഞാൻ എല്ലാവരും കൂടി ഒന്ന് പാത്തി ഓതിക്കോളും, എല്ലാവർക്കും ബുദ്ധിമുട്ടാകാതെ. നമ്മൾ കുറച്ച് ആക്കത്തിൽ ഓതിയാൽ നന്നാവും. ആ മനസ്സിലിങ്ങനെ അത് ആലോചിക്കണം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.